ഹലോ ഗായ്സ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഡെയിലി ഗുഡ് മോർണിംഗ് അയക്കുന്നവരുണ്ടോ? ഡെയിലി ഗുഡ് നൈറ്റ് അയക്കുന്നവരുണ്ടോ? അതുപോലെ നമ്മളോട് ചായ കുടിച്ചോന്നും ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ അവരൊരു മോസ്റ്റാണ്. എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളോട് അധികമായിട്ടൊന്നും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാലും ചിലപ്പോൾ ഭയങ്കരമായിട്ട് മിണ്ടും, ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അധികം മിണ്ടൊന്നുമില്ല. എങ്കിലും എപ്പോഴും എന്നും ഗുഡ് മോർണിംഗ് അയക്കുന്നവരുണ്ടാവില്ലേ? ഞാൻ അങ്ങനെയുള്ളവരൊക്കെ നോട്ട് ചെയ്യും. എപ്പോഴും ഗുഡ് നൈറ്റ് അയക്കുന്നവരുണ്ടാവില്ലേ? അപ്പം അവരെന്ന് പറയുമ്പോൾ വേറെ ഒരു റിലേഷനും നമ്മളായിട്ടുണ്ടാവില്ല. ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മാത്രം ഡെയിലി നിരന്തരം അയക്കുന്നവരുണ്ടാവും. പിന്നെ ചിലപ്പോൾ നല്ല കമ്പനി ഉള്ളവരുണ്ടാവും. അവർ ആദ്യമൊക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റൊക്കെ അയക്കും, പിന്നെ അതങ്ങ് നിർത്തി, പിന്നെ ഒന്നുമില്ല അതങ്ങാവും. പക്ഷേ ഈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും അയക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊരു മോസ്റ്റാണ്. കാരണം അവരുടെ മനസ്സിൽ എപ്പോഴും നമ്മളുണ്ടെന്നുള്ളൊരു വലിയൊരു മീനിങ് ആണത്. അവരെ എന്നും നമ്മളെ ഓർക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് അവരുടെ ഒരു ഗുഡ് മോർണിംഗ്. എനിക്കിപ്പം അങ്ങനെ ഒരു ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അവരുടെ ഗുഡ് മോർണിംഗ് ഒരു ദിവസം ഞാൻ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാവും. കാര്യം അവരോട് ഞാൻ വലിയ മിണ്ടലൊന്നും ഉണ്ടാവില്ല, ചിലപ്പം മിണ്ടലുണ്ടാവാം. പക്ഷേ അവരുടെ ആ ഒരു ഗുഡ് മോർണിംഗ് അല്ലെ ഗുഡ് നൈറ്റ് എന്നുള്ള ഒരു മെസ്സേജ് കണ്ടില്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര വിഷമമാവും. അത് ചിലപ്പോൾ അവർ മറന്നു പോകുന്നതായിരിക്കും. പക്ഷേ അവരത് അയച്ചില്ലെങ്കിൽ, എന്നും അയക്കുന്ന ഒരാളെ നമ്മൾ കാണുന്നില്ലെങ്കിൽ അതൊരു വിഷമമല്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമായിരിക്കും. പക്ഷേ നിരന്തരം ഇങ്ങനെ വരുമ്പോൾ നമ്മളത് അറിയാതെ മൈൻഡ് ചെയ്ത് പോകും. അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അങ്ങനെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മറക്കാതെ അയക്കുന്നവരുണ്ടോ? നമ്മുടെ വിശേഷങ്ങളൊക്കെ ചിലരാണ് അങ്ങനെ അന്വേഷിക്കുകയുള്ളൂ കേട്ടോ. എങ്കിലും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയക്കുന്നവർ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം അവരൊരു മോസ്റ്റാണ്. അവരുടെ മനസ്സിൽ എപ്പോഴും നമുക്കൊരു സ്ഥാനമുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ലൈഫിലുണ്ടോ?